നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ തേടിയാണ് ഹർജികൾ എത്തുന്നത്. വിനീത ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനീത, ഇപ്പോൾ CBSEയുടെ കാര്യം പറഞ്ഞതിനപ്പുറത്തെ പ്രശ്നങ്ങളാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയരുന്നത്. ഈ അന്വേഷണം അത് ഏത് ദിശയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്? അതോടൊപ്പം തന്നെ ഹർജികളിൽ പ്രധാന ആവശ്യം എങ്ങനെയാണ്? പ്രധാന അധ്യാപകരെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായി CBI മുന്നോട്ട് പോകുന്നത്. അവരുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം. അതിൽ ഈ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ ഉദ്യോഗസ്ഥർ പറയുന്നത് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ചില ചോദ്യങ്ങൾ മാത്രമാണ് ചോർന്നതെന്ന തരത്തിലുള്ള വിശദീകരണമാണ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ചില മാനദണ്ഡങ്ങൾ, പുതിയ മാനദണ്ഡങ്ങളടക്കം കൊണ്ടുവരുന്ന കാര്യവും ഇപ്പോൾ NTA ആലോചിച്ചു വരികയാണ്. അതിൽ പ്രായപരിധി ഉൾപ്പെടെ ഒപ്പം തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള തവണകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിശ്ചിത മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ആ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. ജസ്റ്റിസ് S നരസിംഹ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ തേടിക്കൊണ്ടാണ് ഈ ഹർജികൾ ഉള്ളത്. അതിൽ നിലവിലെ NTA പിരിച്ചുവിടണം എന്നൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരീക്ഷാ നടത്തിപ്പിൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഹർജിയിലുണ്ട്. ഇതിൽ യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടും ഒപ്പം തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷനുമാണ് ഹർജികളുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രവിത വിനീത വിജിയാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.